ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ചക്കക്കുരും മാങ്ങയും കൂടിയിട്ടുള്ളൊരു മുളകിട്ടതാണ്. നോൺ വെജൊന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണിത്. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്, ഒരു 10-15 എണ്ണം വരും. പിന്നെ ഒരു പച്ചമാങ്ങ, ചക്കക്കുരു തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് നന്നായി കഴുകിയെടുക്കണം. ഇതിനായി ഒരു ചട്ടി എടുക്കണം. ഞാനിന്ന് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ കുക്കറിലും ഉണ്ടാക്കാം. കുക്കറിലാവുമ്പോൾ വേഗം വെന്ത് കിട്ടും. പക്ഷേ ചട്ടിയിലുണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണിത്. ഇനി ഇതിലേക്ക് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വേവിക്കാൻ വെക്കണം. മൂടി വെച്ച് വേവിക്കണം. ചട്ടിയിലായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. ഞാൻ പച്ചമാങ്ങ തോല് കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആ പച്ചമാങ്ങയുടെ പകുതിയേ എടുത്തിട്ടുള്ളൂ. ഇത് നല്ല പുളിപ്പുള്ള മാങ്ങയായിരുന്നു. അതുകൊണ്ട് ഓവർ പുളിപ്പായാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ചക്കക്കുരു വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ രീതിയിൽ വെന്ത് കിട്ടണം. ചക്കക്കുരു സ്മാഷ് ചെയ്യാൻ പറ്റണം. കുറച്ച് ചക്കക്കുരു സ്മാഷ് ചെയ്ത് വെക്കണം. അപ്പോഴാണ് ഇത് കറിക്ക് കുറച്ച് തിക്കുണ്ടാവും. നമ്മളതിൽ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമാങ്ങ ചേർക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് ചക്കക്കുരു സ്മാഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. വെള്ളം ചേർക്കുമ്പോൾ ഹോട്ട് വാട്ടർ ചേർക്കാൻ മറക്കരുത്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കണം. മാങ്ങ ഒരു 5 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടി. ഇപ്പോൾ എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ചേർക്കണം. പിന്നെ ഇനി നമുക്കിതിനെ വറുത്തിടണം. ഇത് വറുത്തിടാൻ വേണ്ടി എണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് കടുക് പൊട്ടിച്ച് വറുത്തിടണം.
ചക്കക്കുരും പച്ചമുളകും കൂടിയിട്ടുള്ള മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. നോൺ വെജൊന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.